ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബ്രസീലായിട്ട് കളിക്കുന്നതിൻ്റെ പാർട്ട് 3 ആണെന്ന് ഇവിടെ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കളിയിലേക്ക് കിടക്കാം. ഇത് നമ്മൾ ബ്രസീലായിട്ട് കളിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം നോക്കട്ടെ. നമുക്കിത് നമ്മുടെ മിലിറ്ററി നോക്കാം. മിലിറ്ററി നമ്മളിപ്പോൾ ഇൻഫൻട്രി പോയിൻറ്റ്സ് നമുക്ക് 3000 വേണം. അല്ല 3000 ഇല്ലല്ലോ, 3000 വേണം. 3000 ആവട്ടെ. 3000 ആവണ വരെ നമുക്ക് കുറച്ച് നേരം കാത്തിരിക്കാം. നമുക്ക് ഗാബോണ്ട് അവിടെ ഉണ്ട്. മെസ്സേജസ് നോക്കാം. മറ്റേ ആഫ്രിക്കയിലുണ്ട് നമ്മുടെ ഒരു കോളനി, പിന്നെ സെൻട്രൽ അമേരിക്കയിലുണ്ട്. സെൻട്രൽ അമേരിക്ക തൊട്ട് മുകളിൽ ബെലീസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ. പിന്നെ ബ്രസീലാണല്ലോ നമ്മുടെ മെയിൻ കളിക്കുന്ന സ്ഥലം. ഇനി നമുക്ക് ഗുയാനയ്ക്ക് മിലിറ്ററി ഇല്ലേ? ഇത്രയും നേരം ഞാൻ തൊട്ടടുത്തുണ്ടായിട്ട് ഞാൻ ഇതുവരെ അവരെ ആക്രമിച്ചില്ലെന്ന്. ഒരു കോളനിക്കൽ ആർമി യുണൈറ്റഡ് കിങ്ഡം ഒട്ടുമില്ല അവർക്ക് മിലിറ്ററി. കോളനൈസ് ചെയ്യാൻ നമുക്ക് കളിക്കാം. നമുക്ക് നോക്കിയാൽ ഒട്ടുമില്ല മിലിറ്ററി. നമുക്ക് കോളനൈസ് ചെയ്യാം. നമ്മുടെ മിലിറ്ററി ഇപ്പോൾ വരും. ഇവിടെ എവിടെയെങ്കിലും ഇതവനും കട്ട യുദ്ധമാണ്. വെടിവെപ്പും ബോംബ് പൊട്ടലൊക്കെ നമുക്ക് കാണാൻ പറ്റും. യു വൺ ദി വാർ, നമ്മൾ ജയിച്ചു സുഹൃത്തുക്കളെ. നമുക്ക് അതിൻ്റെ മറ്റേ പ്രൊഡക്ഷൻ പ്രോസസ്സ് കൂട്ടാം. ഈ സാധനം നോക്കട്ടെ. മൈൻ ഗോൾഡ് 5 ആക്കി നമ്മൾ. ഇനി 2400 രൂപ കിട്ടി നമുക്ക്. ഇനി നമുക്ക് തൊട്ടപ്പോൾ ലോക്കൽ മിലിറ്ററി കൂട്ടാം. ലോക്കൽ മിലിറ്ററി 100 വെച്ച് കൂട്ടിയാൽ മതി. സുറീനാമിന് ആർമി കുറവാണ്. ആർമി ഓരോരോ കൊളാനിക്കൽ എംപയർ, നെതർലാൻഡ്സ് ഇപ്പോൾ കുറവാണ്. നമുക്ക് കോളനൈസ് ചെയ്യാം. നമ്മുടെ മിലിറ്ററി ഇപ്പോൾ അതായത് കറങ്ങി വരുന്നുണ്ട്. നമുക്ക് അവരെ കോളനൈസ് ചെയ്യാം. നമ്മുടെ യുദ്ധമൊക്കെ നടക്കുന്നു. നമ്മൾ ജയിച്ചു സുഹൃത്തുക്കളെ. നമുക്ക് അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാം. 5 പ്രാവശ്യം കൂട്ടി. ഇനി നമുക്കിത് തൊട്ടപ്പോൾ അവർ ലോക്കൽ മിലിറ്ററി നമ്മൾ ½ സ്റ്റാറിലേക്ക് 100 രൂപ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുന്നു. 100 രൂപ ഇപ്പോൾ തൽക്കാലം മതി. പിന്നെ നമുക്ക് പകുതി ഭാവി കൂട്ടാം. നമ്മുടെ നൈബറിങ് കൺട്രീസിലൊക്കെ വലിയ ഒന്നുമില്ല. അർജന്റീന എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലീനെ എക്സ്പ്ലോർ ചെയ്യാം. നൈബറിങ് കൺട്രീസൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ്. ഭാവി നമുക്ക് അവരെയൊക്കെ കീഴടക്കാം. നമ്മുടെ ഈ ആഫ്രിക്കയിൽ നമുക്ക് കുറച്ച് രാജ്യങ്ങളൊക്കെ ആഫ്രിക്കയിൽ ഈ കുഞ്ഞു രാജ്യങ്ങൾ കുറച്ചുണ്ടല്ലോ. ഇവർക്ക് അവർക്കൊക്കെ മിലിറ്ററി കുറവാകാൻ സാധ്യത. ലൈബീരിയ, അത് ഏതാ രാജ്യം? സിയാറ ലിയോൺ, ഗുനിയ ബസൗ, ഇവർക്കൊക്കെ മിലിറ്ററി കുറവ്. കുഞ്ഞു രാജ്യങ്ങൾ, ഒരിത്തിരി സ്ഥലത്ത് കുഞ്ഞു രാജ്യങ്ങൾ പലതായിട്ടുള്ളത് കൊണ്ട് ഇവർക്കൊക്കെ മിലിറ്ററി ഭയങ്കര കുറവാണ്. മൗർട്ടാനിയ, മാലി, ഇവർക്കൊക്കെ മിലിറ്ററി കൂടുതലാണ്. വലിയ രാജ്യങ്ങൾക്ക് മിലിറ്ററി കൂടുതലും, ചെറിയ രാജ്യങ്ങൾക്ക് മിലിറ്ററി കുറവാണ്. നമുക്ക് ഇക്വട്ടോറിയൽ ഗുനിയ ചെറുതാണ്. ഗാബോൺ, കോങ്കോ, നമ്മൾ കോങ്കോ എക്സ്പ്ലോർ ചെയ്തു. ഇനിയിപ്പോൾ ചെറിയ രാജ്യങ്ങളൊന്നും ലെസോത്തോ, പക്ഷെ സൗത്ത് ആഫ്രിക്കേൻ്റെ നടുക്കല്ലേ, ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആയതുകൊണ്ട് സൗത്ത് ആഫ്രിക്കേനെ കൊല്ലാണ്ട് ഇവരെ കൊല്ലാൻ പറ്റുമോ എനിക്കറിയില്ല. സ്വാസിലാൻഡിന് മിലിറ്ററി കുറവാണ്. മഡഗാസ്കാറിന് അറിയില്ല. വേഗം വരും. മഡഗാസ്കാർ മിലിറ്ററി ഉണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് 3000 ആയി. നമുക്ക് 4000 ആവട്ടെ. എന്നിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഡിജിബോട്ടിക്ക് മിലിറ്ററി കുറവാണ്. എറിട്രയ്ക്കും കുറവായിരിക്കും. വലിയ ഡെവലപ്ഡ് നാഷൻസ് ആയിരിക്കില്ലല്ലോ. കുവൈറ്റിനെ നോക്കാം. കുവൈറ്റിന് മിലിറ്ററി ഉണ്ടാവുമായിരിക്കും. കുവൈറ്റിന് വലിയ കാര്യമായിട്ടില്ല. നമുക്കിത് നമ്മുടെ മെയിൻലാൻഡിലേക്ക് വരാം. നമ്മുടെ ഈ കുറച്ച് രാജ്യങ്ങൾ, ഈ ലൈബീരിയ തുടങ്ങിയ രാജ്യങ്ങൾ നമുക്ക് പതുക്കെ എടുത്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു. നമുക്ക് സോൾജേഴ്സിനെ നമുക്കൊന്ന് കൂട്ടാം. സോൾജേഴ്സ്, പിന്നെ ആമോ, ഇൻഫാൻട്രി വെപ്പൺസ് എല്ലാം നമ്മൾ 200 ആക്കി. മാക്സിമം ആർമേഡ് കാർസ് ഫുൾ ആർമേഡ് ആക്കി. ഇത് 3000 കോമ്പാറ്റ് വെഹിക്കിൾസും ഫുള്ളാക്കാം. 3000 കോമ്പാറ്റ് വെഹിക്കിൾസ് എടുത്തു. എടുത്തില്ലല്ലോ, കോമ്പാറ്റ് വെഹിക്കിൾസ് എടുത്തു. അപ്പോൾ നമുക്ക് 2.5 stars ഓഫ് മിലിറ്ററി നമുക്ക് കിട്ടി.
മറ്റേ ലാൻഡ് മിലിറ്ററി. ഇനി നമുക്ക് എയർഫോഴ്സ് ഒക്കെ ചെയ്യാൻ നമുക്ക് മിലിറ്ററി ആദ്യം 5 സ്റ്റാർസ് എത്തിച്ചിട്ട് നമുക്ക് എയർഫോഴ്സ് ഒക്കെ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ വച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ബ്രസീൽ വൻകര നമ്മുടെ റോയൽ ആർമി നമ്മളെല്ലാം കൂട്ടി സെയിലേഴ്സും കുറച്ച് കൂട്ടിയാകും. കാര്യമില്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. നമ്മൾ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ സെയിലേഴ്സും കൂടി നമുക്ക് ആഫ്രിക്കയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ലൈബീരിയനെ കൊല്ലാം അല്ലേ. ലൈബീരിയ റൂളിംഗ് കൺട്രി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ആഹാ, സാരമില്ല, അവർക്ക് വലിയ ആർമിയൊന്നും ഇല്ല അവിടെ. അവരെ പിണക്കണ്ടെന്ന് എനിക്കൊരു മോഹമുണ്ട്. പക്ഷെ നമുക്ക് കൊളോണിക്കൽ ആർമി, നമുക്ക് നമ്മുടെ കൊളോണിക്കൽ വലുതാക്കണ്ടേ. നമുക്ക് നിവർത്തിയില്ലാണ് നമുക്ക് അവരെ ആക്രമിക്കാം. അവരെന്തെങ്കിലും ചെയ്യണേ പോട്ടെ പുല്ല്. ലൈബീരിയ, നമ്മൾ ലൈബീരിയനെ ആക്രമിക്കുന്നു. ലൈബീരിയനെ ആക്രമിച്ച് നമ്മൾ കീഴടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, യു വൺ ദി വാർ, വി വൺ ദി വാർ. എനിക്ക് ഭയങ്കര സന്തോഷമായി സുഹൃത്തുക്കളെ. ലൈബീരിയയിൽ ഷിപ്പ് യാർഡാണുള്ളത്. ലൈബീരിയ ഷിപ്പ് യാർഡ്, ഷിപ്പ് എന്താ പറയുക, പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സിയറോ ലിയോണിനെ കീഴടക്കാം. യുണൈറ്റഡ് കിങ്ഡമാണ്, കോളനൈസ് ചെയ്യാം. നമ്മുടെ ആർമി അതെ, ഒരു നമ്മുടെ യുദ്ധം തുടങ്ങി. പെട്ട യുദ്ധമാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ജയിച്ചു. നമ്മുടെ ഞാൻ പറയാൻ വന്നത് ലൈബീരിയൻ്റെ ആർമി നമ്മൾ ഹാഫ് സ്റ്റാറിലേക്ക് ആക്കിയിട്ടോ 100 എടുത്തിട്ട്. നമ്മളിപ്പോൾ സിയറോ ലിയോണിൻ്റെ ആക്കി. നമുക്ക് ഗിനിയനെയും കൂടെ കൊല്ലാമല്ലേ. നമ്മുടെ ആർമി വലിയ കുഴപ്പമില്ല. ഗിനിയനെ കൂടെ കൊല്ലാം, എന്തേലാട്ടെ, വരണ പോലെ വരട്ടെ. നമ്മുടെ ഗിനിയനെയും കൂടെ കൊല്ലാം. നമ്മുടെ ഗിനിയനെ നമുക്ക് കൊല്ലാം. ഗിനിയനെയും കൂടെ നമുക്ക് കൊല്ലാൻ പോവാണ്. യു വോൺ ദി വാർ, നമ്മൾ ജയിച്ചു. അവിടെ അലൂമിനിയം ഓറാണുള്ളത്. റെഡി, ലോക്കൽ ആർമി നമ്മൾ ഹാഫ് സ്റ്റാർസ് ആക്കി. ഹാഫ് സ്റ്റാർസ് ഒക്കെ മതി, വലിയ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ സോൾജേഴ്സ് നമുക്ക് എപ്പോഴും കൂട്ടി വേണം. നമ്മുടെ സ്റ്റാർസ് കുറേ കുറഞ്ഞു കിട്ടോ. ഇൻഫാൻട്രി വെപ്പൺസ്, രാമോ എല്ലാം നമ്മൾ കൂട്ടുകയാണ്. ആർമേഡ് കാഴ്സ് ഫുള്ള് പറ്റില്ല, 2000 വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത്രയും കീഴടക്കി. നമുക്ക് എന്ത് ചെയ്യാം, ബെനിന്, ടോഗോ, ആഫ്രിക്കയിൽ നമുക്കിപ്പോൾ 5 രാജ്യങ്ങൾ നമ്മൾ കീഴടക്കി. ഇനി നമുക്ക് നോക്കാം. സിയറോ ലിയോൺ, ലൈബീരിയ, നമ്മുടെ മറ്റേ രാജ്യം എന്തെങ്കിലും കുറേ രാജ്യങ്ങളുണ്ട് നമ്മളുടെ. ബെനിന്, ടോഗോ, അയ്യോ നമ്മുടെ ഗയാനയിലെ ലോക്കൽ ആർമി, ഈ ഗയാന റിപ്പലിന് പോയി നമുക്ക് അവരെ വീണ്ടും കീഴടക്കാം. ഗയാന കോളനൈസ്, ടർക്കി വന്നവരെ കീഴടക്കി സുഹൃത്തുക്കളെ. നമുക്ക് സാരില്ല, നമുക്ക് ഒന്നുകൂടെ അവരെ കീഴടക്കാം, എന്തായാലും കീഴടക്കാം. 13 കോയിൻസ് പെർ സെക്കൻഡാണ് നമുക്ക് കിട്ടുന്നത്. അവർക്ക് മെയിൻ ഗോളാണ് ഫുള്ളാക്കിയിട്ടുണ്ട് നമ്മൾ. ലോക്കൽ ആർമി ഹാഫ് സ്റ്റാർസ്, ലോക്കൽ നേവി ഹാഫ് സ്റ്റാർസ് ആക്കി നമ്മൾ. ഒരു പ്രാവശ്യം കീഴടക്കിയോണ്ടായിരിക്കും നേവി വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് സുഹൃത്തുക്കളെ. ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഞാനിത് കുറച്ച് നാളായിട്ട് കളിച്ചു തുടങ്ങിയിട്ടുള്ളൂ. റബൽസിനെ നമ്മൾ ഹോണ്ടുറാസിലെ റബൽസിനെ നമ്മൾ തോൽപ്പിച്ചു. ഗെയിം നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. ഞാൻ ഈ ഗെയിമിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്താ പറയുക കമൻസിൽ അറിയിക്കാം. ഇനി നമുക്ക് നമ്മുടെ മിലിറ്ററിയൊക്കെ കൂട്ടാം. നമ്മൾ 35.2% 100ൽ നമ്മൾ അത്രയും നമുക്ക് പവറുണ്ട്, മിലിറ്ററി പവർ. അതെ, ബ്രസീലാണ് നമ്മൾ കളിക്കുന്ന രാജ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ബ്രസീൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. സൗത്ത് അമേരിക്കയിൽ നമുക്ക് 3 രാജ്യങ്ങളുണ്ട്. സെൻട്രൽ അമേരിക്കയിൽ നമുക്ക് 3 രാജ്യങ്ങളുണ്ട്. നമുക്ക് ആഫ്രിക്കയിൽ നമുക്ക് 5 രാജ്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ. 5 കോളനീസാണ് നമുക്കുള്ളത്. ഭാവിയിൽ നമുക്ക് കുറേ കൂടെ രാജ്യങ്ങളെയൊക്കെ കുഞ്ഞു രാജ്യങ്ങളെയൊക്കെ കീഴടക്കാൻ നോക്കാം. ഏഷ്യയിൽ നമുക്കൊരു രാജ്യത്തിന് കീഴടക്കണം. ഇനി നമുക്ക് നമ്മുടെ അപ്പോൾ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാൻ സമയമായി. വി ആർ സൈനിങ് ഓഫ്. അപ്പോൾ നമുക്ക് ഇത്രയും രാജ്യങ്ങൾ നമുക്ക് കിട്ടി. വി ആർ സൈനിങ് ഓഫ് ടുഡേസ് വീഡിയോ.